ദാവൂദ് ഇബ്രാഹിം മരിച്ചെന്നും മരിക്കാൻ കിടക്കുവാന്നും ഗുരുതരാവസ്ഥയിലാണെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒന്നിനൊരു വ്യക്തതയില്ല. അല്ല, ഇയാളുടെ കാര്യത്തിൽ മാത്രം എന്താ എത്ര ഇൻട്രസ്റ്റ്? അല്ല, പുള്ളി വലിയ ഡോണാണല്ലോ. ഡോണ് മാത്രമല്ല, രാജ്യദ്രോഹിയും കൂടെയാണ്. ഗുണ്ട, ഡോണ്, രാജ്യദ്രോഹി ഇങ്ങനെ കുറെ ഉണ്ടല്ലോ. ശരിക്കും ഈ ദാവൂദ് ഇബ്രാഹിം ആരാ? ഈ ഹാജി മസ്താനും കരീംലാലയൊക്കെ ബോംബെ അടക്കി വാഴുന്ന കാലം. ആ സമയത്ത് ഇവർക്ക് ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന പോലീസ് കോൺസ്റ്റബിൾമാർക്ക് ഇവർ സാമ്പത്തിക സഹായം കൊടുക്കുമായിരുന്നു. സമയത്ത് ഈ കോൺസ്റ്റബിൾമാർക്കൊക്കെ കിട്ടുന്ന ശമ്പളമൊക്കെ വളരെ തുച്ഛമാണ്. അങ്ങനെ തുച്ഛമായ ശമ്പളമാണ് കിട്ടിയിരുന്നതെങ്കിലും സാമ്പത്തിക നിലയൊക്കെ വളരെ മോശമായിരുന്നെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന സഹായങ്ങൾക്കൊന്നും സാമ്പത്തിക സഹായം തിരിച്ചു വാങ്ങാതിരുന്ന ഒരേ ഒരു പോലീസ് കോൺസ്റ്റബിളെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇബ്രാഹിം കസ്കർ. ആ ഇബ്രാഹിം കസ്കറിന്റെ മകനാണ് ദാവൂദ് ഇബ്രാഹിം കസ്കർ. പിന്നീട് 1966 അപ്രതീക്ഷിതമായിട്ട് ഇബ്രാഹിം കസ്കറിന്റെ ജോലിയിൽ നിന്ന് അയാൾ സസ്പെൻഡ് ചെയ്യപ്പെടുകയാണ്. അപ്പം അതോടെ അവരുടെ സാമ്പത്തിക സ്ഥിതി തകരാറിലായി. അപ്പോൾ ഈ 10 വയസ്സ് മാത്രമേ അന്ന് ദാവൂദ് ഇബ്രാഹിമിന് പ്രായമുള്ളൂ. അപ്പം ദാവൂദ് ഇബ്രാഹിം സ്കൂളിൽ നിന്ന് ഇറങ്ങേണ്ടി വരികയാണ്. കാരണം സ്കൂളിൽ കൊടുക്കാനൊന്നും പൈസയില്ല അവർക്ക്. അപ്പോൾ ദാവൂദിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹാപ്പി ന്യൂസ് ആയിരുന്നു. കാരണം അവന് തെരുവിൽ കുട്ടികളോടുകൂടെ കളിച്ച് നടക്കാനായിരുന്നു താല്പര്യം. അങ്ങനെ അവൻ അവിടെ സ്കൂളിൽ നിന്ന് ഇറങ്ങി കുട്ടികളുടെ കൂടെ കളിച്ച് നടക്കാൻ തുടങ്ങി. 14 വയസ്സിലാണ് ദാവൂദ് ആദ്യമായൊരു കുറ്റകൃത്യം ചെയ്യുന്നത്. അന്ന് റോഡരികിൽ പണം എണ്ണിക്കൊണ്ടിരുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ആ പണവും വാങ്ങി തട്ടിപ്പറിച്ചോടി. പക്ഷേ ദാവൂദിന്റെ കഷ്ടകാലത്തിന് അയാൾ ദാവൂദിന് അറിയുക മാത്രമല്ല, ദാവൂദിന്റെ പിതാവായിട്ടുള്ള ഇബ്രാഹിമിന്റെ അടുത്ത് നിന്ന് പറയുകയും ചെയ്തു, ഇങ്ങനെ നിങ്ങളുടെ മോൻ എൻ്റെ പണവും തട്ടിപ്പറിച്ച് ഓടിയിട്ടുണ്ടെന്ന്. അത് പിതാവിന് സഹിക്കാൻ പറ്റിയില്ല. പിതാവ് എന്ത് ചെയ്തു? ദാവൂദിനെ അയാളുടെ ബെൽറ്റ് കൊണ്ട് നല്ല അടി കൊടുത്തു. അതിനുശേഷം ദാവൂദ് ഒന്ന് ഒതുങ്ങിയെങ്കിലും കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും തന്റെ കുറ്റകൃത്യങ്ങളൊക്കെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. പോലീസിലെ ജോലി പോയ സമയത്ത് ഇബ്രാഹിമിനെ സഹായിച്ച ഒരാളുണ്ടായിരുന്നു. അയാളുടെ സഹായിനെ ദാവൂദ് ആക്രമിച്ചു. അപ്പോൾ ഈ സഹായിച്ച ആൾ ഇബ്രാഹിമിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ മകൻ ഇങ്ങനെ എൻ്റെ സഹായിനെ ആക്രമിച്ചിട്ടുണ്ട്, ക്ഷമ ചോദിക്കണമെന്ന് പറഞ്ഞ് ഇബ്രാഹിം ഇവരോട് ക്ഷമ ചോദിക്കേണ്ടി വന്നു. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന ഇബ്രാഹിം ദാവൂദിനോട് ഇക്കാര്യത്തെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല. വളരെ മൂകനായിട്ട് വിഷാദ രൂപത്തിൽ വീടിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ ഇരുന്നു. അപ്പോൾ വീട്ടിൽ ഈ മൂകത കണ്ട് ദാവൂദിന് സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ദാവൂദ് സഹോദരനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന്. അപ്പം സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പിതാവിനെ അവരിങ്ങനെ അപമാനിച്ചിറക്കി വിട്ടു, ക്ഷമ ചോദിക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പം ദാവൂദിന്റെ മനസ്സിൽ ഇതൊരു പ്രതികാരത്തോടെ കയറി. അപ്പം തൻ്റെ പിതാവിനെ അപമാനിച്ചവരോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണം എന്നൊരു മൈൻഡാണ് ദാവൂദിന് വന്നത്. അപ്പോൾ ആ പ്രതികാരം കൊണ്ട് തന്നെ തൻ്റെ പിതാവിനെ അപമാനിച്ചയാളെ ദാവൂദ് ആക്രമിച്ചു, അയാളുടെ താവളം തന്നെ തകർത്തു. അപ്പം ഇതുവരെ അതുപോലെ ഒരു അക്രമം നേരിടേണ്ടി വന്നിട്ടില്ലാത്തത് കൊണ്ട് തന്നെ അയാൾ അതിൽ ഭയപ്പെടുകയും ചെയ്തു. പിന്നാലെ തന്നെ ഒരു കേസിന്റെ ഭാഗമായിട്ട് അയാൾ അറസ്റ്റിലാവുകയും ചെയ്തു. അതോടെ ദാവൂദിനൊരു ഇമേജ് കൂടുകയാണ് ചെയ്തത്. 1974 ദാവൂദിന് ഒരു 19 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇതുപോലെ മറ്റൊരു കുറ്റകൃത്യം ചെയ്തു. അവരുദ്ദേശിച്ചത് കള്ളപ്പണം പിടിച്ചുപറിക്കലായിരുന്നെങ്കിലും നടന്നത് ബാങ്ക് റോബറി ആയിരുന്നു. അതായത് അവർ പിടിച്ചുപറിച്ച പണം മെട്രോപൊളിറ്റൻ ബാങ്കിന്റെ പൈസയായിരുന്നു. അപ്പോൾ ഇത് വലിയ വാർത്തയായി, വാർത്തകളിലൊക്കെ വന്നു. അപ്പോൾ ഇത് കണ്ട ദാവൂദിന്റെ പിതാവ് ഇബ്രാഹിം കസ്കർ വളരെ ദേഷ്യം പിടിച്ചു. കാരണം അദ്ദേഹത്തിന്റെ മകനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെയൊന്നും അല്ലല്ലോ വിചാരിച്ചിരുന്നത്. അപ്പം ഈ വാർത്ത കണ്ടതിന് ശേഷം അദ്ദേഹം മക്കളെ രണ്ടുപേരും അതിൽ പ്രതികളായിരുന്നു. അപ്പോൾ രണ്ടുപേരെയും വീട്ടിലേക്ക് കൊണ്ടുവരും. അവരെ ആ പണ്ടത്തെ പോലീസ് ബെൽറ്റ് കൊണ്ട് അടിക്കുകയും ചെയ്തു. മാതാവാണെങ്കിൽ അവരെ ശാപവാക്കുകൾ കൊണ്ട് നിറയ്ക്കുന്നു, പിതാവ് തല്ലുന്നു. അപ്പം രണ്ട് മക്കളും മാതാവിൻ്റെ മുൻപിൽ ഇങ്ങനെ തല കുമ്പിട്ട് നിസ്സഹായരായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇവർക്ക് ഭക്ഷണം പോലും കൊടുക്കാതെ ഈ ഇബ്രാഹിം കസ്കർ 2 മക്കളെയും വലിച്ചഴച്ചുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ കൊണ്ടുപോയി പറഞ്ഞു, ഇതാ നിങ്ങൾ അന്വേഷിക്കുന്ന പ്രതികൾ ഇവരാണ്, ഇവർക്ക് മാക്സിമം ശിക്ഷ കൊടുത്തോളൂ എന്നൊക്കെ പറയുന്നു. അവസാനം പിതാവെന്ന നിലയിൽ അവസാനം അദ്ദേഹം പറഞ്ഞു, പറ്റുമെങ്കിൽ ഇവരെ ഒന്ന് വെറുതെ വിടുമോ എന്ന് അപേക്ഷിച്ചു. അദ്ദേഹത്തിന്റെ അപേക്ഷ ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് സ്വീകരിച്ചു. അവരെ അദ്ദേഹത്തിന്റെ കൂടെ അന്ന് പറഞ്ഞയക്കുകയാണ് ഉണ്ടായത്. ഇതുവരെ നമ്മൾ കാണുന്ന ദാവൂദ് ചെറിയ ഗുണ്ടാപ്പണികളൊക്കെ ചെയ്യുന്ന, മോഷ്ടിക്കുന്ന, അങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അവിടുന്ന് ഒരു അധോലോക നായകനിലേക്കുള്ള ദാവൂദിന്റെ വളർച്ച തുടങ്ങുന്നത് പത്രപ്രവർത്തകനായിട്ടുള്ള തൻ്റെ ആത്മമിത്രം നാട്ടിക്കിന്റെ മരണത്തിൽ നിന്നാണ്. സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ഭയവും ഇല്ലാതെ തുറന്നെഴുത്ത് നടത്തുന്ന ഒരാളാണ് ഈ നാട്ടിക് എന്ന് പറയുന്ന ആൾ. ഒരിക്കൽ പടാമാര് ചെയ്ത ഒരു ക്രൂരകൃത്യം നാട്ടിക്ക് ഇതുപോലെ തുറന്നെഴുതുകയും അത് വാർത്തയാവുകയും അവർ അറസ്റ്റിലാവുകയും ചെയ്യുന്നു. ഇതിന്റെ പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് അവർ നാട്ടിക്കിനെ ക്രൂരമായി ആക്രമിച്ചു കൊല്ലുന്നു. അങ്ങനെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നാട്ടിക്ക് തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം ദാവൂദിനോട് വിശദീകരിച്ച് പറയാനുണ്ടായത്. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം ദാവൂദ് ഒരു തീരുമാനം എടുക്കുന്നു. തൻ്റെ ആത്മമിത്രത്തെ ഇങ്ങനെ ക്രൂരമായി കൊലപ്പെടുത്തി അവരെ അതിലും 10 ഇരട്ടി വേദന സഹിപ്പിച്ച് കൊല്ലുമെന്ന്. അങ്ങനെ അവരിൽ ഒരാളെ ദാവൂദ് കൊല്ലുന്നു. ഒരാൾ ഇതുപോലെ ദാവൂദ് ആക്രമിക്കുന്നതിൻ്റെ ഇടയിൽ ജീവൻ രക്ഷാർത്ഥം ഓടി ജയിലിൽ ചെന്ന് താൻ ഇതുവരെ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ജയിലിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞ് ജയിലിൽ കിടക്കാനുണ്ടായത്. കാരണം അയാൾക്ക് പുറത്തിറങ്ങിയ എന്തായാലും ദാവൂദ് അയാളെ കൊല്ലും. അപ്പോൾ അതിലും അയാൾക്ക് സേഫായിട്ട് കിടക്കാൻ പറ്റിയൊരു സ്ഥലം ജയിലായതുകൊണ്ട് അയാൾ തൻ്റെ കൃത്യങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ജയിലിൽ പോയി കിടന്നു. 1981 ഹാജി മസ്താന്റെ കൊലയാളികൾ ദാവൂദിനെ ആക്രമിക്കുന്നു. ഈ ആക്രമണത്തിൽ ദാവൂദിന്റെ സഹോദരൻ കൊല്ലപ്പെട്ടു. ദാവൂദ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പക്ഷേ ഈ ആക്രമണത്തിന് 3 മാസങ്ങൾക്ക് ശേഷം ഈ കൊലയാളികളെല്ലാം തന്നെ
കൊല്ലപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അപ്പം ഇതിനുശേഷം ദാവൂദ് ദുബായിലേക്ക് പോയി. നാട്ടിലെ മുംബൈയിലെ കാര്യങ്ങളെല്ലാം അവിടുത്തെ സഹായിയായിട്ടുള്ള ഛോട്ടാ രാജനെ ഏൽപ്പിച്ചതിന് ശേഷം ദാവൂദ് ദുബായിലേക്ക് പോയി. അവിടെ സ്വർണ്ണക്കള്ളക്കടത്ത്, ഹവാല ഇതൊക്കെ നടത്തി ധാരാളം പണം ഉണ്ടാക്കുന്നു. മാത്രമല്ല ദാവൂദിന്റെ ഗ്യാങ് ഹെറോയിൻ ഉൾപ്പെടെയുള്ള നാർക്കോട്ടിക്സ് ഇന്ത്യയിലേക്കും യൂറോപ്പിലേക്കും എത്തിക്കുന്നു, ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നു, അത് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് മുംബൈ പോലീസ് ഒരു എൻകൗണ്ടർ സ്ക്വാഡിനെ തന്നെ ഏർപ്പാടാക്കി. ദാവൂദ് ഇബ്രാഹിം ഒരു ഡോണിൽ നിന്ന് രാജ്യദ്രോഹിയായി മാറുന്നതിന്റെ തുടക്കം 1992-93 കാലഘട്ടത്തിൽ നിരവധി വർഗീയ ലഹളകൾ ഉണ്ടായിരുന്നു. 1993 മാർച്ച് 12 വെള്ളിയാഴ്ച ബോംബെ എയർ ഇന്ത്യ ബിൽഡിംഗ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ശിവസേന ആസ്ഥാനം ഇവിടെയൊക്കെ 13 ബോംബുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച് 257 ആളുകൾ മരിക്കുന്ന മുംബൈ ഭീകരാക്രമണം ഉണ്ടാകുന്നു. ISI, ലഷ്കർ-ഇ തൊയ്ബ, അൽ ഖ്വയ്ദ എന്നിവയുടെയൊക്കെ സഹായത്തോടെ ഇതിന്റെയൊക്കെ ആസൂത്രണം ദാവൂദാണെന്ന് പറയുന്നു. 2003 ദാവൂദിനെ ഒരു ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്നു. ശേഷം 2008 നടന്ന മുംബൈ ഭീകരാക്രമണത്തിന്റെ പിന്നിലും ദാവൂദിന്റെ ഡി കമ്പനിയുടെ സഹായങ്ങളാണെന്ന് പറയുന്നുണ്ട്. 2011 FBI-യും ഫോബ്സും പുറത്തുവിട്ട പട്ടികയിൽ ലോകത്തിലെ മോസ്റ്റ് വാണ്ടഡ് പിടികിട്ടാപ്പുള്ളികളിൽ 3-ാം സ്ഥാനം ദാവൂദിനായിരുന്നു. ദാവൂദ് ഇബ്രാഹിമിനെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് $25 മില്യൺ US പാരിതോഷികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ ആസ്തി എത്രയാണെന്ന് അറിയാമോ? ഹവാല ഇടപാടുകൾ, ആയുധക്കടത്ത്, ലഹരിമരുന്ന് വ്യാപാരം, ക്രിക്കറ്റ് വാതുവെപ്പ്, ഗുഡ്ക ബിസിനസ്, കള്ളനോട്ടച്ചടി, പണം തട്ടൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങളും പിന്നെ UK-യിലും ഗൾഫിലും അടക്കം പല രാജ്യങ്ങളിലോട്ട് വ്യാപിച്ചു കിടക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും അടക്കമുള്ള ബിസിനസ് സാമ്രാജ്യത്തിലൂടെ ദാവൂദ് ഇബ്രാഹിമിന്റെ ആസ്തി എന്ന് പറയുന്നത് 2015 കണക്കനുസരിച്ച് $6.7 ബില്യൺ, അതായത് ഏകദേശം 55,600 കോടി രൂപയാണ്. 2016 കാല് മുറിച്ച് മാറ്റേണ്ട അവസ്ഥയിലാണ്, ഗുരുതരാവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നിരുന്നു. 2017 ഹൃദ്രോഗമാണ്, ബ്രെയിൻ ട്യൂമർ ആണെന്ന് വരെ പറഞ്ഞ് വാർത്തകൾ വന്നിരുന്നു. 2020 ദാവൂദിനും ഭാര്യ കോവിഡ് വന്നു, മരിച്ചു എന്നും പറഞ്ഞ് വാർത്തകൾ വന്നു. ഇപ്പൊ ഇത് വിഷബാധ ഉള്ളിൽ ചെന്ന് മരിച്ചെന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും ഇത് ആദ്യമായിട്ടല്ലല്ലോ ദാവൂദ് മരിച്ചെന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. പിന്നെ ഈ വിഷബാധയേറ്റ് മരിച്ചെന്ന് പറഞ്ഞ കാര്യം മാത്രം ആളുകൾ ഇത്ര വിശ്വസിക്കുന്ന എന്താ? അത് ജെയ്ഷെ ഭീകരനും പത്താംകൂട്ട് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനുമായിട്ടുണ്ടായിരുന്ന ഷാഹിദ് ലത്തീഫ് പാകിസ്ഥാനിൽ വെച്ച് അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടതിന്റെ വാർത്ത വന്നത് ഓർമ്മയില്ലേ? അതുപോലെ തന്നെ ഇന്ത്യ പിടികിട്ടാപ്പുള്ളിയായിട്ട് പ്രഖ്യാപിച്ച ഖലിസ്ഥാൻ വിഘടനവാദി നേതാവ് ഹർദീപ് സിംഗ് നിജ്ജർ 2 അജ്ഞാതരുടെ വെടിയേറ്റ് മരിച്ചതിന്റെ വാർത്ത വന്നത് ഓർമ്മയില്ലേ? ഇതിപ്പോ ഈ 2 അല്ല, ഇതുപോലെ ഒരുപാടുണ്ട്. ഇന്ത്യ നോട്ടപ്പുള്ളികളായിട്ട് വെച്ചിരുന്ന പല ഭീകരരും ലോകത്തിന്റെ പലയിടങ്ങളിൽ വെച്ച് അജ്ഞാതരുടെ കൈകളാൽ കൊല്ലപ്പെട്ടതിന്റെ വാർത്ത ഇതുപോലെ ഒരുപാടുണ്ട്. അതിനെക്കുറിച്ചൊരു ഫുൾ വീഡിയോ തന്നെ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുമുണ്ട്. ഇത് കഴിഞ്ഞ ദിവസം തന്നെ സാജിദ് മിർ എന്ന് പറയുന്ന ഒരു ഭീകരവാദി പാകിസ്ഥാനിലെ ജയിലിൽ വെച്ച് അയാൾക്ക് വിഷബാധയേറ്റു. അപ്പൊ അതിനുശേഷമാണ് ഈ ദാവൂദ് ഇബ്രാഹിമിന്റെ കേസ് വരുന്നത്. അതുകൊണ്ടായിരിക്കാം ആളുകൾ കൂടുതൽ അത് വിശ്വസിക്കാനുള്ള കാരണം. ഈ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന ആളുകളെ മാത്രം കൊല്ലുന്ന അജ്ഞാതരാരാ? അതറിയില്ല. ചിലപ്പോൾ ഈ ഖലിസ്ഥാനികളൊക്കെ ആരോപിക്കുന്ന പോലെ തന്നെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികളാകാം, അല്ലെങ്കിൽ ഈ ഭീകരർക്കിടയിൽ തന്നെയുള്ള നേതൃതർക്കങ്ങളാകാം, അതും അല്ലെങ്കിൽ ഖലിസ്ഥാൻ അനുകൂല സംഘടനകളെ കുറിച്ചും പാകിസ്ഥാന്റെ പങ്കിനെ കുറിച്ചും ഒക്കെ ഇന്ത്യൻ ഏജൻസികൾക്ക് വിവരം ലഭിക്കുമെന്നോർത്ത് ഖലിസ്ഥാൻ നേതാക്കളെ സംരക്ഷിക്കുന്ന പാകിസ്ഥാൻ തന്നെയാകാം. ചിലപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനും ഇതുപോലെ ഈ അജ്ഞാതരുടെ കൈകളിൽ നിന്ന് വിഷബാധ ഏറ്റതാകാം, അല്ലെങ്കിൽ വ്യാജ വാർത്തകളാകാം. എന്താണെങ്കിലും സത്യം എന്താണെന്ന് അറിയില്ല.